യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കനാം തൻ്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അന്ധനു കാഴ്ച നൽകുവാൻ വചനം ജ്ഞാനമാ, സത്യത്തിലതു കാക്കുവാൻ സ്വർഗത്തിൻ ദാനമാ. ഒഴിയ നിത്യനാശം കാലിനൊരു പ്രകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ലോകങ്ങൾ അവസാനിക്കും, വാനവുമില്ലതാ. ദൈവവാക്കു പ്രമാണിക്കും, ഭക്തനോ നിത്യനാ. വാട്ടം മാലിന്യം നാശം ഇല്ലാത്തൊരവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 29-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികൊണ്ട് തെറ്റിപ്പോകും. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവശക്തി ആവശ്യമാണ്. പരിശുദ്ധാത്മാവില്ലാതെ ഒരാൾക്ക് ഈ ഭൂമിയിൽ യേശു കർത്താവെന്ന് പറയാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവവചനം തുറന്നു ലഭിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് തിരുവെഴുത്തുകൾ. തിരുവെഴുത്തുകൾ എന്ന് പറയുമ്പോൾ യേശു അപ്പോസ്തലന്മാരും പഴയ നിയമ ഗ്രന്ഥങ്ങളെ ഉദ്ദേശിച്ച് ധാരാളം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ തിരുവെഴുത്തുകളെന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമ ഗ്രന്ഥങ്ങളും അപ്പോസ്തലന്മാരാൽ എഴുതപ്പെട്ട പുതിയ നിയമ ഗ്രന്ഥങ്ങളും ഒരുപോലെ തിരുവെഴുത്തുകളാണ്, ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ യേശു കർത്താവ് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ അറിയണം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ തിരുവെഴുത്തുകൾ നന്നായി അറിയണമെന്നും ആഗ്രഹിക്കും. ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, തിരുവെഴുത്ത്, ഇത് രണ്ടും ഒരുപോലെ പോകണം. എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാത്ത വചനവും വചനമില്ലാത്ത ആത്മാവും ഒരുപാട് അപകടകാരികളാണ്. ചില സ്ഥലങ്ങളിൽ ആ വചനത്തിന് വലിയ പ്രാധാന്യമാണ്, വചനം പ്രസംഗിക്കുകയാണ്, തിരുവെഴുത്ത് പഠിക്കുകയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയല്ല, ആത്മനിറവിലല്ല. എന്നാൽ ഒരു സ്ഥലത്ത് ആത്മനിറവിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നു, പക്ഷെ വചനം പഠിപ്പിക്കുന്നില്ല. എന്നാൽ രണ്ടും ശരിയല്ല. വചനം പഠിപ്പിക്കുമ്പോൾ തന്നെ തിരുവെഴുത്ത് മനസ്സിലാക്കുമ്പോൾ തന്നെ അത് ആത്മാവിൽ മനസ്സിലാക്കണം. കാര്യം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് തിരുവചനം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നെങ്കിലേ, പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ തിരുവചനം ആർക്കും മനസ്സിലാക്കാൻ വ്യക്തമായി പഠിക്കാനായിട്ട് കഴിയത്തില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം, അതിലാണ് യേശു പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയിലാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത് എന്ന് യേശു കർത്താവ് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 22-ാമത്തെ അധ്യായം. അവിടെ യേശു കർത്താവ് ഇത് പറയുന്നത് പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്. പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരും
അന്ന് അവൻ്റെ അടുക്കൽ വന്നു. ഗുരു, ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ ദേവരെ വിവാഹം കഴിച്ച് തൻ്റെ സഹോദരന് സന്തതി ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചുവല്ലോ. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ ഒന്നാമൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു. സന്തതി ഇല്ലായിയാൽ തൻ്റെ ഭാര്യയെ സഹോദരന് വിട്ടയച്ചു. രണ്ടാമനും മൂന്നാമത്തനും 7-ാമൻ വരെയും അങ്ങനെ തന്നെ. എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീ മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ 7 പേരിൽ ആർക്ക് ഭാര്യയാകും? എല്ലാവർക്കുമായിരുന്നുവല്ലോ എന്ന് ചോദിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞ്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ട് തെറ്റിപ്പോകും. തിരുവെഴുത്തറിയണം. എങ്ങനെ തിരുവെഴുത്തറിയാൻ പറ്റും? അത് എഴുതിയ ആളിൻ്റെ സഹായം വേണം. അതാണ് പരിശുദ്ധാത്മാവ് അഥവാ ദൈവശക്തി. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ നമുക്ക് തിരുവെഴുത്ത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പം തിരുവെഴുത്ത് അറിയാതെ പോകുന്നതുകൊണ്ടാണ്, ചുമ്മാ വായിച്ച് നമ്മൾ ഒരു പഠന വിഷയമാക്കി പോകുന്നത് കൊണ്ടാണ് പ്രശ്നം. പക്ഷെ നിങ്ങൾ തിരുവെഴുത്ത് അറിയണം. അപ്പോൾ തന്നെ ദൈവശക്തിയെയും അറിയായതുകൊണ്ട് അത് തെറ്റിപ്പോ. എന്നിട്ട് കർത്താവ് പറയാം, പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല. ഇത് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ദൈവം അരുളി ചെയ്ത് അത് വായിച്ചിട്ടില്ലയോ? വായിക്കുക. തിരുവെഴുത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും ആകുന്നുവെന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. പുരുഷാരം ഇത് കേട്ട അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. യേശു കർത്താവ് എന്തുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ ഉപദേശത്തിൽ അവർ വിസ്മയിക്കാൻ കാര്യം? യേശുവിന് തിരുവെഴുത്തുകളെ അറിയായിരുന്നു. യേശു ചെറുപ്പകാലത്ത് ദേവാലയത്തിൽ പോയപ്പോൾ തന്നെ അവൻ അവരുടെ പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കുകയും അവരോട് തർക്കിക്കുകയും. മാതാപിതാക്കൾ യേശുവിനെ തപ്പി നടക്കുകയാണ്. എന്നിട്ട് തിരിച്ച് ദേവാലയത്തിൽ ചെല്ലുമ്പം അവൻ പുരോഹിതന്മാരുടെ കൂടെ ഇരിക്കുകയാണ്. പുരോഹിതന്മാരോട് ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പം അവരെല്ലാം ചോദിക്കുകയാണ്, ഇവനെങ്ങനെ ജ്ഞാനം, ഇവൻ എവിടെ നിന്ന് കിട്ടി? അത് കഴിഞ്ഞ് മാതാപിതാക്കൾ പറയാം, ഞാൻ നിന്നെ നോക്കി ഒത്തിരി വിഷമിച്ചല്ലോ എന്ന് പറയുമ്പോൾ യേശു പറയാം, ഞാൻ പിതാവിൻ്റെ കൂടെ ഇരിക്കേണ്ടതല്ലയോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഞാനും നിങ്ങളും യേശു കർത്താവ് ഭൂമിയിലായിരുന്നതുപോലെ പിതാവിൽ നിന്ന് തിരുവെഴുത്തിൽ വചനം നമ്മൾ മനസ്സിലാക്കണം. ആത്മാവായ പിതാവിൽ നിന്ന് നമ്മളിത് തിരിച്ചറിയണം, നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ, അതാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:45 പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ അവരുടെ ബുദ്ധിയെ തുറക്കുന്നു എന്ന് പറയാം. ബുദ്ധി തുറന്നേ പറ്റത്തുള്ളൂ തിരുവെഴുത്ത് തിരിച്ചറിയാൻ. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവില്ലാത്ത വചനവും വചനമില്ലാത്ത ആത്മാവില്ലാത്ത തിരുവെഴുത്തുകളുടെ പഠനവും അർത്ഥശൂന്യമാണ്. വചനവും തിരുവെഴുത്തും എന്താണ്? ജഡം ധരിച്ച വചനമാണ് യേശു ക്രിസ്തു. ജഡം ധരിച്ച വചനം, പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനെയാണ് വചനം എന്ന് പറയുന്നത്. ആ വചനം ജഡം ധരിച്ചതാണ് യേശു ക്രിസ്തു. അപ്പം യേശു ക്രിസ്തു വചനമാണ്. അപ്പം തന്നെ എഴുതപ്പെട്ട തിരുവെഴുത്താണ് വേറെ ഒരു വചനം. എഴുതപ്പെട്ട തിരുവെഴുത്ത് നമുക്ക് തന്നിരിക്കുന്നത് ഇതാരാൽ എഴുതപ്പെട്ടതാ? പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. അത് പഴയ നിയമ പുസ്തകങ്ങളും പുതിയ നിയമ പുസ്തകങ്ങളും എല്ലാം അങ്ങനെ വചനമാണ്, എന്നാൽ എഴുതപ്പെട്ടതാണ്. എന്നാൽ ജഡം ധരിച്ച വചനമാരാണ്? അത് യേശു ക്രിസ്തുവാണ്. വചനമില്ലാത്ത ആത്മാവും ആത്മാവില്ലാത്ത വചനവും, വചനമില്ലാത്ത ആത്മാവും ആത്മാവില്ലാത്ത വചനങ്ങളും ഒരുപോലെ അപകടകാരികളാണ്. ക്രിസ്തു എവിടെ പിറക്കുമെന്ന് പുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും തിരുവെഴുത്തിൽ നല്ല അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ അവർ രാജകൊട്ടാരത്തിൽ തപ്പിയാ പോകുന്നത്. അവർക്ക് ആത്മാവിൻ്റെ ഗൈഡൻസ് ലഭിച്ചില്ല. എന്നാൽ ആത്മാവിൻ്റെ ഗൈഡൻസ് ലഭിച്ച ഒരാളെക്കുറിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പറയുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 30 അവിടെ പറയുന്നുണ്ട്. അവിടെ നമുക്ക് നോക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം. അവിടെ ശിമയോനെ കുറിച്ചാണ് പറയുന്നത്. ശിമയോൻ യേശു ക്രിസ്തുവിനെ കയ്യിലെടുത്ത് തിരിച്ചറിഞ്ഞ് ശിമയോൻ യേശു കുഞ്ഞിനെ വാഴ്ത്ത് അവിടെ യേശുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ.
അപ്പം പ്രിയപ്പെട്ടവരെ, ഇത് ദൈവാത്മാവ് വെളിപ്പെടുത്താതെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയെ കൂടാതെ ഒരാൾക്കും യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിയത്തേയില്ല. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ പറയാണ്, യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ വരുമ്പം അവിടെ യെരുശലേമിൽ ശീമോൻ 25-ാം വാക്യം മുതൽ, യെരുശലേം ശീമോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ, അവൻ്റെ അറിവ് മാത്രമല്ല, ആത്മാവിൻ്റെ നിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുവന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഈ രക്ഷ കാണുന്ന കാര്യം തിരുവെഴുത്തി പറഞ്ഞ കാര്യം മാത്രമല്ല, ആത്മാവിൻ്റെ വലിയ നിയോഗമുണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ നിയോഗത്തോടുകൂടെ തിരുവചനം പഠിക്കണം. ആത്മാവില്ലാത്ത തിരുവചനങ്ങളും തിരുവചന പഠനമില്ലാത്ത ആത്മശക്തിയും ഒരുപോലെ അപകടമാണ്. അതുകൊണ്ട് ദൈവമക്കളായി നാം തിരിച്ചറിയേണ്ടത്, ആത്മാവത്തോടുകൂടെ, വചനത്തോടുകൂടെ ആത്മാവും ചേർന്ന് വരണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വചനം പഠിക്കാൻ, അത് തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കേൾവിക്കാരായ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ പുത്രനെ ജഡം ധരിപ്പിച്ച വചനമായി ഭൂമിയിലേക്ക് അയച്ചു. അപ്പോൾ തന്നെ എഴുതപ്പെട്ട വചനം, തിരുവെഴുത്തുകൾ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഈ തിരുവെഴുത്ത് മനസ്സിലാക്കുമ്പോൾ ആത്മാവിൻ്റെ സഹായത്തോടെ മാത്രം മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട തിരുവചനം അത് ആത്മാവിൻ്റെ ശക്തിയോടെ മനസ്സിലാക്കാനും, എഴുതപ്പെട്ട കുറേ വാക്കുകളായിട്ടല്ല, ആത്മാവിൻ്റെ ഗൈഡൻസിൽ അത് പിടികിട്ടാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥന. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന് അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും യേശുവിൻ പുനനാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൻ തിരുപ്പാദത്തിൽ ഇരുന്നു കേൾക്കണം, തൻ്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവന. ദൈവവചനം ജീവനും ശക്തിയുമാകയാ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ.